ഏട്ടാ വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. ഏട്ടന് റൂം അറിയാലോ? ആ ശക്തി അറിയാം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ ഫ്രഷ് ആയിട്ട് കിടക്കണം. എന്നാ ദുർഗ, നമുക്കും കിടക്കാം. ഭക്ഷണമെല്ലാം വരുന്ന വഴിക്ക് അയച്ചല്ലേ. തനിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല സർ. വെളുത്തോ? ശിവസാർ ഇതോടെ പോയി. ശിവസാർ സാർ. ആ ദുർഗ, നീ എന്താട്ടോ ഇവിടെ? പിന്നെ സെർവൻസിനൊന്നും വെച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടാക്കല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ വാങ്ങും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കലോ പതിവ്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. സർ, ഇതാ കോഫി. സർ, ബാക്കി ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാനും ഹെൽപ്പ് ചെയ്യാം. എന്നോട് ചോദിച്ചു നോക്കിയാലോ? സാർ, സാറിന് എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് സാറ് ബെഡ് കണ്ടില്ലേ? ആ കണ്ടു. എന്നിട്ടെന്താ സാർ എന്നോടൊന്നും പറയാത്തെ? ഒന്നും പറയണ്ടേ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. സോറി സാർ, എനിക്ക് സോമനാമ്പുലിസാന്നാ തോന്നുന്നത്. സാധാരണ എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാവാത്ത, പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇന്ന് രാവിലെ എണീക്കുമ്പോൾ സാറ് കട്ടുന്ന ഞാൻ എണീക്കാറ്. എന്ത് സോമനാബുലിസം? നിനക്കോ? ആയിക്കോട്ടെ. ഇനി സത്യം പറ, നീ എൻ്റെ അടുത്ത് കിടക്കാൻ വേണ്ടി കള്ളം പറയുന്നല്ലേ? നീ ഞാൻ ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുത്ത് കിടക്കാറല്ലേ? അല്ല, സത്യമായിട്ട്. ആണോ? സത്യമാണോ? സർ, മതി, പോയി മാറി നിന്ന്. സർ, യു ഗൈസ് സർ കണ്ടിന്യൂ. ശക്തി, നിക്ക്. നീ നീ എന്താ നിനക്ക് തെളിവ് ആവശ്യമുണ്ടോ? ഒന്നുമില്ല കേട്ടോ, ഞാൻ കാറിന്ന് ലഗേജ് എടുത്ത് ചോദിക്കാൻ വേണ്ടി വന്നതാ. ആ, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഡൈനിങ് ഹാളിലുണ്ട്. ആ ശരി കേട്ടോ. അവനെ തെറ്റിദ്ധരിച്ചു കാണും. തെറ്റിദ്ധരിക്കാനോ? നിന്നോ? എന്തിനും? പിന്നല്ലാണ്ട് നമ്മൾ രണ്ടുപേരും ഈ രീതിയിൽ ഇങ്ങനെ ഇവിടെ നിന്ന് അവൻ തെറ്റിദ്ധരിക്കാതിരിക്കും. യു ആർ മൈ വൈഫ്. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. സർ, നമ്മുടെ മാരേജ് അതൊരു ഫേക്ക് മാരേജ് ആണെന്ന് സർ പലപ്പോഴും മറക്കുന്നുണ്ട്. നിനക്കത് ഫേക്ക് മാരേജ് ആണെങ്കിൽ എനിക്കതല്ല. നീ എൻ്റെ ദുർഗ. ഞാൻ ഒരുപാട് കാലം മോഹിച്ച് ആഗ്രഹിച്ച് സ്വന്തമാക്കി എൻ്റെ പെണ്ണാണ് നീ. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞ പോലെ നീ ഒരു കൊല്ലത്തിനുള്ളിൽ നീ എന്നെ സ്നേഹിച്ചിരിക്കും. ഈ ശിവ ഒരിക്കലും ഒരു വാക്ക് പറയാറില്ല. നിന്നെ കൊണ്ട് ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിച്ചിരിക്കും. സാറിക്കൊരിക്കലും അത് സാധിക്കില്ല. നമുക്ക് കാണാം. ഏട്ടാ റെഡിയായോ? ആ, ഞാൻ റെഡിയാ. ഏട്ടത്തിയോ? അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ശക്തി, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ ഏട്ടാ? ശക്തി, കോളേജിൽ നിന്ന് നീ അവളെ ദുർഗ എന്നെ വിളിക്കോ, ഏട്ടത്തി എന്ന് വിളിക്കരുത്. അതെന്താ? കോളേജിൽ ആരും ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് അറിയണ്ട. ആ ഏട്ടാ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശക്തി, ഞാൻ റെഡി, പോവാം. പിന്നെ എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ ഒരു കാര്യം പറയാനുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യം കോളേജിൽ പാരും അറിയണ്ട. ഇത് കൊള്ളാം, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ തീരുമാനം. അതെന്താ? ഇപ്പോൾ നേരെ ഏട്ടനും എന്നോട് ഇക്കാര്യം പറഞ്ഞു. ഇനിയും നിന്നാ ലേറ്റോ, നമുക്ക് പോവാം. ഞാൻ എന്നവര് പേടിച്ചെന്നറിയാം. നിന്നിപ്പൊ കാണുന്നവരെ ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, വെറുതെ ടെൻഷൻ അടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ലാന്ന്. അങ്കി, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, എന്നെ ഒന്ന് പരിഗണിക്കാം. ശക്തി, ഇല്ലടാ, നിങ്ങൾ രണ്ടുപേരും ബസ്സിനാണോ വന്നേ? മെയിൻ ഗേറ്റിന്റെ അടുത്ത് വരെ ഏട്ടൻ ഡ്രോപ്പ് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ നടന്നതാ. എന്ത് പണിയുടെ നീ കാണിച്ചത്? ഞങ്ങൾ എന്നെ എന്തായി പേടിച്ചെന്നറിയാമോ നിന്നെ കാണാതെ? സോറി കല്യാണി, ആ നേരത്ത് ആരോടും പറഞ്ഞു പോകാൻ സമയം കിട്ടിയില്ല എനിക്ക്. എന്നിട്ട് ശിവസാർ എവിടെ? ഗേറ്റിന്റെ അടുത്ത് വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് കാർ എടുത്ത് പോകുന്നു. പിന്നെ കല്യാണി, എനിക്ക് എന്റെ ശിവസാറിന്റെ കല്യാണം കഴിയുന്നത് എന്റെ ആരും പറയണ്ട. എനിക്ക് ആരോടും പറയാൻ താല്പര്യമൊന്നും ഇല്ലടി. നിങ്ങൾ പറയും വരെ ഞങ്ങൾ ആരോടും പറയില്ല. അല്ല, രാഹുൽ വന്നില്ലേ? അവനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ 2 ദിവസം കഴിയും വരാന്നാ പറഞ്ഞത്. അവന്റെ വീട്ടിൽ എന്തോ ഒരു കാര്യം ചെയ്തു വെക്കാണ്ട് പോലും. എന്നാ നമുക്ക് ക്ലാസ്സിൽ പോവാം. പിന്നെ നിന്റെ ബുക്സ് എല്ലാം ഇത് ഇന്നോട്ട് നീ ക്ലാസ്സിൽ വരുമെന്ന് പറഞ്ഞപ്പോ ആന്റി രാവിലെ കൊണ്ടു തന്നതാ.
പിന്നെ അങ്കിള് ചിലപ്പോ എന്നാ വൈകുന്നേരം നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? അത് എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശിവസാറ് കണ്ട അങ്ങേരോട് പോവാൻ പറ. ഒരു താലി കെട്ടിയെന്ന് കരുതി നീ ആളുടെ അടിമയൊന്നുമില്ല. അങ്കി ആരുടെ കാര്യം പറയുന്നേ? ഒന്നുമില്ല ശക്തി. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ടേക്ക് യുവർ ബുക്ക്. തല്ലിക്കൊന്നാലും ചാവിലടി. സാർ 2 ദിവസമായിട്ട് ലീവായിരുന്നല്ലോ, എന്ന് പറ്റി? വീട്ടിൽ നിന്ന് അർജന്റായിട്ട് കോൾ വന്നു, അതുകൊണ്ട് പോകേണ്ടി വന്നു. സാർ ഇവിടുന്ന് ആരൊക്കെയോ സാർ മാരേജ് കഴിഞ്ഞെന്ന് പറഞ്ഞു, സത്യമാണോ? നോ, ഐ ആം സിംഗിൾ. ഇവൾമാർക്ക് ഇതൊക്കെ അറിയണ്ടേ? സിംഗിൾ ആണ് പോലും. അപ്പൊ എന്റെ കഴുത്ത് കിടക്കുന്ന താരി ആര് കിട്ടിയത്? എനിക്കെന്തേ പറ്റി? ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നേ? ക്ലാസ് വരത്തേക്ക് സാറ് നോക്കുന്നതിന്. ഇടയിൽ ഇന്നുണ്ടല്ലോ 2 ദിവസമായിട്ട് ആ വിവേകിന്റെ ഫ്രണ്ട്സിന്റെ ഒരു വിവരവും ഇല്ല. ആ വിവേകിന്റെ കാര്യം എന്റെ മുന്നിൽ വെച്ച് പറയണ്ട. അവനിൽ നിന്ന് എന്റെ മുന്നേ വരാതിരിക്കുന്നതായിരിക്കും അവന്റെ നല്ലത്. പിന്നെ ദുർഗ, വിഷ്ണുങ്കിള് നമ്മുടെ ഫാമിലി ബിസിനസ് ഏറ്റെടുത്തു. അച്ഛനോ? ഇന്ന് രാവിലെ ജോയിൻ ചെയ്യുന്ന പറഞ്ഞേ. മുത്തശ്ശനാ അങ്കിളിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയത്. പിന്നെ അങ്കിളിനെ ആന്റിയെ മുത്തശ്ശൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ വരുന്ന ശനിയാഴ്ച ആയിരിക്കും ചിലപ്പോ പോവാ. അവര് വരുമ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്കി, നിനക്കറിയാലോ, തറവാട്ട് പോകുന്നതിന് അച്ഛനും അമ്മയും കാണാൻ പോകുന്ന പറഞ്ഞാൽ പോലും ശിവസാർ അത് മുടക്കും. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും അച്ഛൻ വൈകുന്നേരം വരുമല്ലോ, എനിക്ക് അച്ഛനെ കാണാൻ കൂട്ടിയാവുന്നടി. നീ ടെൻഷൻ എടുക്കണ്ടേ, എല്ലാം ശരിയും. പിന്നെ ഇടി, ശിവസാർ ഓക്കെ അല്ലേ? നിന്നെ ഉപദ്രവിക്കൊന്നും ചെയ്തില്ലല്ലോ? ഇല്ലടി, ഇതുവരെ എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. He cares about me, but I don't know what was going on in his mind. ക്ലാസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. പോവാം. ദുർഗ, കം, ലെറ്റ്സ് ഗോ. സർ, ഞാൻ അങ്കയുടെ കൂടെ ബസ്സിന് വരാം. വേണ്ട, നീ എന്റെ കൂടെ വരണം ഇപ്പോ. ഞാൻ വരാം. അങ്കി, ഞാൻ സാരില്ല, ഞാൻ പറഞ്ഞോളാം. ഏട്ടാ പോ. അല്ല ദുർഗ, നീ അങ്കയുടെ കൂടെ ബസ്സിനകത്ത് വന്നിട്ട്? ഇവളെന്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടുവരാൻ കൊണ്ടുപോകാനും ഞാനുണ്ട്. ഏട്ടാ അതല്ല. ശക്തി, പോ. മോളെ അങ്കി, അങ്കിൾ മോളെ ആളോട് അവളിന്ന് വന്നില്ലേ? വന്നിണ്ടായിരുന്നു, പക്ഷേ ശിവസാറ് കൂട്ടിയിട്ട് പോയി. എനിക്ക് തോന്നി. മോള് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അങ്കിൾ വിഷമിക്കരുത്. ഇന്നും ഇങ്ങനെ അങ്കിളുടെ ആന്റിന്റെ മുന്നിൽ നിന്ന് ദുർഗയെ മാറ്റി നിർത്താൻ ശിവസാറ് കഴിയില്ല. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ? അവളെ കണ്ടേ വരുമെന്ന് പറഞ്ഞിട്ട് അവളെ അടുത്ത് പോയില്ലേ? പോയിരുന്നോ? എന്നിട്ട് അവളെന്ന് പറഞ്ഞു? ആള് ഓക്കെ അല്ലേ? ലക്ഷ്മി, ഞാൻ അവളെ കണ്ടില്ല. അതെന്തേ? അപ്പോഴേക്കും ശിവ അവളെയും കൂട്ടി പോയി. അവൻ നമ്മുടെ മകളെ നമ്മളിൽ നിന്നും പിരിക്കാൻ ശ്രമിക്കുകയാണോ? അറിയില്ല, അവന്റെ മനസ്സിലെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പപ്പ, ഇവിടെ നീ കൂട്ടിട്ട് വരാന്ന് പറഞ്ഞോളൂ. നീ എന്താണ് ഇവിടെ? എന്താണ് ഇത്? ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ആളിനോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഏട്ടാ, വിവേകിനെ ഞാൻ വിവാഹം കഴിച്ച്. അനു, നീ എന്തേ പറയുന്നേ? ഇവൻ മോനെ വന്ന കാലം നിൽക്കാട്ടെ ഇരിക്കും. പപ്പ, ഇത് ശരിയല്ല. രാഹുൽ, നീ എന്തേ പറയുന്നത്? ഇവൻ ആദ്യമായിട്ട് വീട്ടിൽ കയറുമ്പോ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. നീ അകത്തേക്ക് പോയേ. പപ്പ, രാഹുൽ, നിങ്ങൾ സംസാരിക്കും. ഞാൻ ഇന്ന് ഏട്ടനടുത്ത് പോയരാം. ഏട്ടാ. അനു, നീ എന്തേ ചെയ്തെന്ന് നിനക്കറിയും? അവൻ ഏട്ടാ, വിവേകേട്ടനെ എനിക്ക് 2 പേർക്കും നന്നായിട്ടറിയാം. ഏട്ടനത് മറക്കരുത്. അനു, നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഏട്ടാ, ഏട്ടൻ പറഞ്ഞിട്ട അന്ന് വിവേകേട്ടനും ദുർഗയും തമ്മിലുള്ള ബന്ധമില്ലാതൊക്കെ ഞാൻ ഏട്ടന് കൂട്ടു നിന്നത്. ഏട്ടനത് ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വിവേകേട്ടനോട് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെ. അതിന്റെ പേരിൽ തളർന്നുപോയ വിവേകേട്ടനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുറ്റബോധം തന്നെ ഇന്ന് വിവേകേട്ടനെ എന്റെ ജീവിതത്തിൽ ക്ഷണിക്കാൻ ഞാൻ തയ്യാറായത്. ഇനി ഏട്ടൻ എന്ത് പറഞ്ഞാലും ആ മനുഷ്യനെ ഞാൻ കയ്യൊഴിയില്ല. ഏട്ടന് മനസ്സുണ്ടെങ്കിൽ മാത്രം എന്നെ വിവേകേട്ടനെ സ്വീകരിച്ചാൽ മതി. ഇല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഏട്ടാ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക് ഇപ്പോഴോ? അതിന് ലേറ്റ് ആയിട്ടെന്നല്ലോ. ഇപ്പോയ ഈവനിങ് ഷോക്ക് കയറാം. എന്നാ നീ റെഡിയാകും.
ദുർഗ, എന്നാ നീ അങ്കിതയും കൂടി വിളിച്ചോ. പോകുന്ന വയ്ക്കല്ലേ, നമുക്ക് അവളെയും കൂടി കൂട്ടിയിട്ട് പോവാം. അതെന്തിനാ അവള്? പിന്നല്ലാതെ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ? ശക്തി, ഞാൻ വരണോ? പിന്നല്ലാതെ നിന്റെ മൂഡ് ശരിയില്ലാന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ ഈ സിനിമയ്ക്ക് തന്നെ പ്ലാൻ ചെയ്ത്. പിന്നെ നീ വരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? പോയി വേഗം പോയി ചേഞ്ച് ചെയ്തു വാ. ഞാൻ വരാം. പിന്നെ ഏട്ടനെന്ന് രാവിലെ പറഞ്ഞതേ ഏട്ടത്തേക്ക് അത്ര ഇഷ്ടമായെന്ന് തോന്നില്ല. ഒന്ന് സൂപ്പിട്ടാളെ. ഞാനതിനെന്ത് പറഞ്ഞു? രാവിലെ കോളേജിൽ നിന്ന് ഏട്ടൻ സിംഗിൾ ആണെന്ന് ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, അത്. അവള് നിന്നോട് അങ്ങനെ പറഞ്ഞു? ഏട്ടത്തി എന്നോട് പറഞ്ഞില്ല, പക്ഷേ അപ്പോഴത്തെ ഏട്ടത്തിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നിയതാ. ഓ അങ്ങനെ, അത് സാരല്ല. അവളെ എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയാം. രാവിലത്തെ പോലെ ആയിക്കല്ലേ ശക്തി. ഒന്നല്ല ഏട്ടാ, ഏട്ടൻ പോയി റെഡി ആയിട്ട് വാ. അപ്പോ എന്റെ പെണ്ണിന് എന്നോട് കുറച്ച് ജലസ് ഉണ്ട്. ദുർഗ, എന്നെ പെട്ടെന്ന് തിരിച്ചെത്തിക്കണേ. ഞാൻ അച്ഛനോട് പറയാതെയാ പോകുന്നത്. ആടി, നീ പേടിച്ചണ്ട. ഫിലിം കഴിഞ്ഞ അപ്പൊ തന്നെ നിന്നെ ഞങ്ങൾ വീട്ടിലാക്കി തരും. പോരെ? ഏട്ടത്തിയുടെ ചോക്ലേറ്റ് ഐസ്ക്രീം. പിന്നെ അങ്കി തന്റെ സ്ട്രോബെറി. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. നിന്നോട് ആരാ പറഞ്ഞു? ഞാൻ വെറുതെ ഗസ് ചെയ്തു. പിന്നെ എന്റെ ഫേവറേറ്റ് സ്ട്രോബെറി. അപ്പോ തനിക്കും സ്ട്രോബെറി ഇഷ്ടമാണല്ലേ? എനിക്ക് വാനില ഇഷ്ടം. എന്നാ ഞാൻ മാറ്റി വാങ്ങിട്ട് വരാം. വേണ്ട, വാങ്ങിയില്ലേ, ഞാനിത് കഴിച്ചോളാം. നല്ല സിനിമയായിരുന്നല്ലേ? ഏട്ടനെവിടെ പോയി? ഏട്ടന് ഏതൊരു കോള് വന്നിട്ട് പോയതാ. എന്നാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കൂ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ആ ശക്തി, നീ പോയിട്ടോ. എവിടേക്ക് പോയിട്ടോ? ഇവിടെ തന്നെ നിൽക്കണം. ആ ശക്തി, ഞങ്ങൾ എവിടേക്കും പോയില്ല. എടാ നോക്കി, രണ്ട് പെൺകുട്ടികൾ ഒറ്റയ്ക്കാൻ തോന്നും. നമുക്കൊന്ന് മുട്ടിയാലോ? എവിടെ കൊണ്ടാലോ? കൂടെ ആരുമില്ലാന്ന് തോന്നുന്നു. ഹൈ ഗൈസ്, ഒറ്റയ്ക്കാണോ? ദുർഗ എന്നാണ് പേര്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എത്ര നമ്പർ? നല്ല മണം. ഏത് പെർഫ്യൂം അടിച്ചേ? എന്റെ പെണ്ണിനെ നോക്കി കമന്റ് അടിക്കാൻ മാത്രമായി നീ. ഏട്ടാ എന്താ കളിക്കുന്നേ? ഏട്ടാ നിർത്ത്. വാ പോവാം. ഏട്ടാ എന്തിനാ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നേ? ഒന്ന് പതുക്കെ പോ. അങ്കിത, നിന്റെ വീട് ഇവിടെയല്ലേ? ഇറങ്ങും. ഞാൻ വിളിക്കാം. ഓ ഷിറ്റ്. ഏട്ടാ നിർത്ത്. ഇതെന്താ ചെയ്ത്? ശക്തി, നീ ഒറ്റൊരുത്തം കാരണം. അല്ലെങ്കിൽ ഞാൻ അവന്മാരെ. ഏട്ടാ ആരെ ഏട്ടത്തി ഒന്ന് കമന്റ് അടിച്ചെന്നല്ലേ ഉള്ളൂ, അതിനെന്തെങ്ങനെ റേസ് ആവുന്നേ? നിങ്ങൾ രണ്ടുപേരും കടന്നു. ഞാനിപ്പോ വരാം. ഞാനിപ്പോ ഇവിടെ നിന്നാ ശരിയാവില്ല. ഏട്ടൻ എവിടേക്ക്? പുറത്തേക്കാണോ? പോണ്ട, ഞാൻ സമ്മതിക്കില്ല. ശക്തി, നിനക്കറിയാം എന്നെ തടയാൻ കഴിയില്ലെന്ന്. ഏട്ടാ അത് സാരില്ല ഏട്ടത്തി. ഏട്ടനെങ്ങനെ ദേഷ്യം വന്നാ കുറച്ചുകൂടെ കഴിയുമ്പോ ഒന്ന് ശരിയാവും. അപ്പോൾ താനെ തിരിച്ചു വന്നോ, പേടിക്കണ്ട. ഏട്ടത്തി പോയി കിടന്നോളെ. ഇനിയിപ്പോ ഏട്ടനിപ്പോ ഒന്നും വരും തോന്നുന്നില്ല. നല്ല ലൈറ്റ് ആവുണ്ടാവും. ഹലോ അങ്കി. നിങ്ങൾ വീട്ടിലെത്തിയോ? ആ അങ്കി, ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ശിവ സാറ് ഓക്കെ അല്ലേ? അറിയില്ലടി, ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയതാ. ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോ ദേഷ്യം മാറുമ്പോ തിരിച്ചു വരണ്ട. പിന്നെ നീ കിടന്നോ, നാളെ കോളേജിൽ നിന്ന് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രാഹുൽ, നീ എന്താ രാവിലെ ബാഗൊക്കെ ആയിട്ട്? പപ്പ, ഞാൻ തിരിച്ചു പോവാണ്. ഇപ്പോ കുറച്ച് ദിവസമായില്ലേ ക്ലാസ് ഇങ്ങനെ കട്ടാവുന്നത്. ഇനിയും ലീവ് എടുക്കാൻ വയ്യ. ഇനിയിപ്പോ എന്റെ കാര്യം ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഞാൻ പോവാണ്. നിന്നോട് ദേഷ്യപ്പെട്ട് പോകുന്നില്ല. നിന്റെ തീരുമാനമാണ്, നിന്റെ ലൈഫാണ്. നീയാണ് തീരുമാനിക്കേണ്ടത്. നീ തീരുമാനിക്കാന്തോ അതിനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയും. ഞാൻ പോയി വരും. ഒരു മിനിറ്റ് ഒന്ന് വാ. മനു, ഞാനിപ്പോ വരും. നിങ്ങളെന്നാ തിരിച്ചു പോകുന്നേ? ഞങ്ങളും ഇന്നെ ഇറങ്ങും. കോളേജിലല്ലേ നാളെ തൊട്ട് ക്ലാസ്സിന് വരണമെന്ന് വിചാരിക്കുന്നത്. അവൾക്കും അവിടെ നിന്ന് ക്ലാസ് പോകാനല്ലേ സുഖം. പിന്നെ വിവേക്, എൻ്റെ അനിയത്തി, അവളുടെ കണ്ണ് നിറഞ്ഞ. എന്താണ് ഇത്? ഞാൻ അവളെ ഒന്നും ചെയ്യില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്കാകെ പ്രതികാരം ഉണ്ടായിരുന്നത് ദുർഗയോട് മാത്രം. അവൾ എന്നോട് ചെയ്തതിൽ മാത്രം.
അത് ഞാൻ വീട്ടിൽ എന്ന് വിചാരിക്കുന്നത്. പിന്നെ നിനക്ക് ദുർഗയോടുള്ള പ്രതികാരം അത് കഴിഞ്ഞു. ഇനി അത് മനസ്സിലിട്ട് നടക്കാൻ പാടില്ല. അത് ചിലപ്പോൾ എൻ്റെ പെങ്ങളുടെ ജീവിതത്തെ ബാധിച്ചെന്ന് വരും. അതെനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ല, എൻ്റെ പ്രതികാരം അത് കഴിഞ്ഞു. ഇനി അവളോട് എനിക്കൊരു ദേഷ്യമില്ല. എന്നാൽ കോളേജ് വെച്ച് കാണാം. ഇന്ന് ഞാൻ സോഫിയ തന്നെയാണുള്ളത്. ഇന്നലെ ഞാൻ ഉറക്കത്തേക്ക് നടന്നില്ലേ? ശിവസാറ് ഇതവിടെ പോയി? ഇനി കിച്ചണിലുണ്ടാവും. ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഇന്നലെ വന്നില്ലേ? ശക്തി എന്താ ഏട്ടത്തി, എന്ത് പറ്റി? ശിവസാറ് ഇതുവരെ വന്നില്ല. ഒന്നില്ല, ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രി വന്നിട്ടുണ്ടാവുന്നു. ഞാനൊന്ന് വിളിച്ചോട്ടെ. ഹലോ ഏട്ടാ, ഏട്ടനെന്തെവിടെയാ? ശക്തി, ഞാനിപ്പോ വരാം. പിന്നെ ദൂട്ട് ചെയ്യുന്നിട്ടോ? ആ ഏട്ടാ, ഏട്ടത്തെ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചപ്പോ ഏട്ടൻ ഇന്നലെ വരാത്ത ഞാൻ അറിയുന്നത്. നീ വെച്ചോ, ഞാൻ വരാം. ഏട്ടനെന്ത് എവിടെയായിരുന്നു ഇത്രയും നേരം? അത് ഞാൻ ഇന്നലെ തിരിച്ചു വരാൻ നോക്കിയപ്പോൾ റോഷന്റെ കോള് വന്നത്. അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയി. പിന്നെ അവൻ വിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ അടുത്ത് നിൽക്കേണ്ടി വന്നു. അവളവിടെ കിച്ചണിലുണ്ട്. എന്താ ദുർഗ? ഞാൻ റോഷന്റെ അടുത്തായിരുന്നു. ഇത്രയും നേരം? അവൻ്റെ അടുത്ത് കുറച്ച് ബിസിനസ് കാര്യം സംസാരിക്കേണ്ടായിരുന്നു. ദുർഗ, എനിക്കൊരു കോഫി വേണം. നല്ല തലവേദനയുണ്ട്. ഞാൻ കൊണ്ടുവരാം. ഹലോ ശിവ, നീ ഇതെവിടെയുള്ളത്? റോഷന, ഞാൻ വീട്ടിലുണ്ട്. എടാ, നീ ഇന്നലെ അമ്മമാരെന്താ ചെയ്തേ? ഞാൻ അമ്മമാരെ അധികമൊന്നും ചെയ്തില്ല. അമ്മാവന്മാരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ഒന്ന് പഠിപ്പിച്ചു. എടാ, നീ അമ്മമാരെ കൊന്നിട്ടൊന്നുമില്ല. മെഡിക്കൽ കോളേജിലുണ്ട്. അവിടെ ആക്കിയിട്ടാണ് ഞാൻ വന്നേ. പക്ഷെ അമ്മമാരെന്നെ പോലീസിൽ പോയാ അതിന് മാത്രമുള്ള ചങ്കുറ്റം അമ്മമാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടാ റോഷ, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ ശക്തി, ഏട്ടൻ ഇന്നലെ അമ്മമാരെന്താ ചെയ്തേ? ആരെ? നീ ആരുടെ കാര്യം പറയുന്നേ? ഇന്നലെ ഏട്ടത്തി കമന്റ് അടിച്ചവന്മാര്. ഞാനോ? എന്ത് ചെയ്യാൻ? ഏട്ടൻ എന്നോട് കള്ളം പറയരുത്. റോഷൻ ചേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു. പിന്നെന്തിനാ നീ എന്നോട് ചോദിച്ചേ? അവര് ജസ്റ്റ് ഏട്ടത്തിന്ന് കമന്റ് അടിച്ചതല്ലോ, അതിനെന്തിനാ ഇങ്ങനെയൊക്കെ? ശക്തി, അവൾ എന്റേത് മാത്രം. അവളെ ഒന്നും നോക്കാൻ പോലും വേറൊരുത്തനെ ഞാൻ സമ്മതിക്കില്ല. ഏട്ടനെന്തിനെ ഏട്ടത്തിൽ ഇങ്ങനെ ഒബ്സഷൻ കാണിക്കുന്നു? ഇത് നല്ലതിനായിരിക്കില്ല. ശക്തി, നിനക്കൊന്നും അറിയില്ല. അവള് എന്റെ എല്ലാം. അവളെ നഷ്ടപ്പെടാൻ അതിന് ഞാൻ അനുവദിക്കില്ല. ഒരു വട്ടം എന്റെ കൈവിട്ട് പോയത്, രണ്ടാമത് അതിന് ഞാൻ സമ്മതിക്കില്ല. കൈവിട്ട് പോവാനോ? ആരെ? എന്ത്? ഏട്ടൻ എന്തേ പറയുന്നേ? ഒന്നുമില്ല, നിനക്ക് പോവാനല്ലേ? പോയി റെഡിയാവും. ഞാൻ ചിന്തിച്ചതിനെ സംഭവിച്ചു. സാർ ഇന്നലെ ശത്രുവായി കാണുന്ന ഒരാളുടെ മകളെ സാർക്കെങ്കിലും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? ഇതിന് മാത്രം എന്നെ സ്നേഹിക്കാൻ ഞാൻ ആരാ സാറിന്റെ? സാർ, കോഫി. ദുർഗ, നീ ഇന്ന് ശക്തിയുടെ കൂടെ കോളേജിൽ പോയാൽ മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പിന്നെ ദുർഗ, ഐ എം സോറി ഫോർ യെസ്റ്റർഡേ. താൻ ഇന്നലെ പേടിച്ചു പോയെന്ന് എനിക്കറിയാം. നിന്നെ ഒരുത്തൻ അങ്ങനെ നോക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല ദുർഗ. ഏട്ടത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? സമയം വൈകി. ഞാൻ എന്താ വരുന്ന ശക്തി, എനിക്ക് പോണം. ചെല്ലു. അങ്കി, നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്നലെ ശിവസാറ് ഡ്രൈവിംഗ് കണ്ടപ്പോ ഞാൻ ഒരുപാട് പേടിച്ചു. ഞാനും. എന്ത് പറ്റി നീ ഇതെന്നെ ചിന്തിക്കുന്നേ? എടി, ശിവസാർ അങ്ങേര് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എടി, അതെന്താ നീ എന്തേ പറയുന്നേ? എടി, ഒരാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഒരാൾ വിവാഹം കഴിച്ചതെങ്കിൽ അവരെ അയാൾ അത്ര കെയർ ചെയ്യൂ, അവളെ പ്രൊട്ടക്ട് ചെയ്യൂ. എടി, ശിവസാർ ഇതെല്ലാം എന്നോട് ചെയ്യുന്നുണ്ട്. എത്ര രാത്രികളിൽ ഞങ്ങൾ ഒരുമിച്ചൊരു റൂമിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ എന്നോടൊന്ന് മോശമായിട്ട് പോലും അദ്ദേഹം പെരുമാറിയിട്ടില്ല. എനിക്കും നേരത്തെ മനസ്സിലാവുന്നില്ല. ദുർഗ, are you sorry for him? No,
അങ്കി നീ എന്തി പറയുന്നേ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അങ്ങേരാണ് ഞാൻ കഴിച്ചത്. സ്വത്തിനാണെങ്കിൽ എന്തിനാ അങ്ങേരെന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നേ? സ്വത്തിനോ? നീ നീ എന്ത് പറയുന്നത് ദുർഗ? അങ്കി അത് സത്യം പറ ദുർഗ. എന്താ നിങ്ങൾക്കിടയിലെ കരാറെന്താ? നീ എന്തിനാ ഇപ്പോൾ അങ്ങേരെ കൂടെ ജീവിക്കുന്നത്? സത്യം പറ. അങ്കി അത് മുത്തശ്ശിയുടെ സ്വത്ത് എന്റെ ശിവസാറിന്റെ കൂടി പേരിൽ എഴുതി വെച്ചേക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കാതെ ആ സ്വത്ത് ശിവസാറിന്റെ പേരിലേക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി മാത്രം ശിവസാർ എന്നെ വിവാഹം കഴിച്ച് മുത്തശ്ശൻ എന്നെ ആ വീട്ടിൽ കയറ്റിയത് പോലും ആരൊറ്റ കാരണം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് നിന്നെ അങ്ങനെ ഫോളാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. നീ സ്വത്ത് തിരിച്ചു ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശിവസാർ ചിലപ്പോ നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ദുർഗ നീ സൂക്ഷിക്കണം. നീ വെറുതെ അങ്ങേരുടെ കെണി പോയി വീഴരുത്. ദുർഗ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമുക്ക് കാര്യം വിഷ്ണുവിനോട് പറയാം. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല ദുർഗ. പ്ലീസ് നീ ഞാൻ പറയുന്ന കേക്ക്. ഇത് ചെറിയ കാര്യമല്ല. എനിക്കറിയാമെങ്കിൽ എനിക്കെല്ലാം അറിയാം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എനിക്കെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അവർ സന്തോഷമായി ജീവിക്കുന്ന എനിക്ക് കാണണം. ഇത്രയും കാലം അവർ രണ്ടുപേരും എൻ്റെ മുന്നിൽ സന്തോഷമായിട്ട് അഭിനയിക്കായിരുന്നു. അതെനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇന്ന് വലിയ തെറ്റ് ചെയ്ത കുറ്റവാളികളെ പോലെ അവർ രണ്ടുപേരും ജീവിതം ജീവിച്ചു തീർക്കാൻ ഞാൻ അതിന് സമ്മതിക്കില്ല. അവരെൻ്റെ അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? പിന്നെ അങ്കി ശക്തിയുടെ കാര്യം. എൻ്റെ ലൈഫ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനെങ്ങനെ അമ്മയെ പാനിയനെ പറ്റില്ല തുക. എനിക്ക് നീ ഇമ്പോർട്ടൻ്റ്. നിന്റെ കാര്യത്തിൽ അത് തീരുമാനമാവട്ടെ. എന്നിട്ട് തീരുമാനിക്കും എൻ്റെ കാര്യം. അങ്കി എനിക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയല്ല തുക. വാ നമുക്ക് ക്ലാസ്സിൽ പോവാം. ഹലോ പപ്പ. ആ ശക്തി, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? ദുർഗമോള് സുഖമായിട്ടിരിക്കുന്നില്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ, മോനെ വിളിച്ചിട്ട് മോൻ്റെ കാര്യം ചോദിക്കാനല്ല, മരുമകളുടെ കാര്യമല്ലേ ചോദിക്കാൻ. ഓക്കെ, എന്നാ പറ, നിനക്ക് എങ്ങനെയുണ്ട്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു പപ്പ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ പപ്പ, ഏട്ടൻ്റെ സ്വഭാവത്തിൽ ഈ അടുത്ത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്ത് ചേഞ്ച്? അവൻ ദുർഗയോട് നല്ല മോശമായിട്ടും പെരുമാറിയോ? അതൊന്നല്ല പപ്പ, ഏട്ടത്തിയുടെ മേലെ ഒരുപാട് പൊസസീവ് ആവുന്ന പോലെ തോന്നുന്നു. ഞങ്ങൾ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിണ്ടായിരുന്നു. അവിടെ വെച്ച് 2 ചെക്കന്മാരെ ഏട്ടത്തിയെ കമന്റ് അടിച്ചു. അവരെ ഏട്ടൻ ഇപ്പോ മെഡിക്കൽ കോളേജിലാണെന്ന് പറയുന്നത്. എനിക്കറിയില്ല ഏട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നത്. പണ്ട് മമ്മ മരിച്ച ശേഷം ആരെങ്കിലും അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ എന്തായിരുന്നു ഏട്ടൻ്റെ റിയാക്ഷൻ? അച്ഛനറിയില്ലേ? അതേ റിയാക്ഷനാണ് ഇപ്പോ ദുർഗയുടെ കാര്യത്തിലും ഏട്ടൻ ചെയ്യുന്നു. സാരല്ല, എല്ലാം ശരിയോ. നീ അവനൊന്ന് ശ്രദ്ധിക്കണേ. ആ പപ്പ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശക്തി, നീ ഇതാരോട് സംസാരിക്കുന്നേ? എടുത്തി പപ്പയോടായിരുന്നു. ആണോ? എന്നാ ഫോണിതാ, ഞാനൊന്ന് പപ്പയോട് സംസാരിക്കട്ടെ. പപ്പ. മോളെ, എന്തൊക്കെയുണ്ട്? സുഖാണോ? ആ പപ്പ, എനിക്കൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പപ്പയ്ക്കോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മോളെ ശിവ, അവനെന്ത് പറയുന്നു? അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല പപ്പ, ശിവസാർ ഓക്കെയാ. ഇപ്പോഴെന്തോ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയതാന്ന് തോന്നുന്നു. പിന്നെ പപ്പ, മുത്തശ്ശൻ? അച്ഛൻ ഇവിടെയുണ്ട്. മോളെ, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പപ്പയോട് സത്യം പറയണം. ഇല്ല പപ്പ, എനിക്കൊരു കുഴപ്പമില്ല, സത്യമായിട്ടും. എന്നാ ശരി മോളെ, നേരം വൈകിയില്ല. നാളെ ക്ലാസ് ഉള്ളതല്ലേ? നിങ്ങൾ കിടന്നു. ഗുഡ് നൈറ്റ്. ആ പപ്പ, ഗുഡ് നൈറ്റ്. ശക്തി, ഞാൻ വന്ന കാര്യം പറയാൻ മറന്നു. നമുക്ക് ഫുഡ് കഴിക്കാം, നീ വാ. ഏട്ടത്തി, ഞാൻ തരുന്നു. ഏട്ടത്തി, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ ശക്തി? എന്താ? ഏട്ടത്തി, അങ്കി അവള് ഞാനിപ്പോ ഫോൺ വിളിച്ചെടുക്കുന്നില്ല. കോളേജിൽ നിന്ന് എന്നെ ഒഴിഞ്ഞു മാറി നടക്കുക. അവൾക്ക് എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടത്തി നിന്ന് അവളോട് സംസാരിക്കൂ. ശക്തി, അത് ഞാൻ ശ്രമിക്കാം. അച്ഛനെ അമ്മേനെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ? ശിവസാറ് വരുന്നതിന് മുന്നേ അവരെയൊന്ന് വിളിച്ചാലോ? ഹലോ അച്ഛാ. മോളെ, എന്തൊക്കെയുണ്ട്? 2 ദിവസമായിട്ട് നിന്റെ കോളൊന്നും ഇല്ലാതെ പേടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അങ്കി അച്ഛനോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? ഞാൻ അവളോടെല്ലാം പറഞ്ഞ് അയക്കാറുണ്ടല്ലോ. അവളെ തന്നെ ഇവിടെ ഒന്ന് പറയാറുണ്ട്. പക്ഷേ നിന്നെ നേരിട്ടൊന്ന് കാണുന്നതിന് തുല്യാവില്ല അതൊന്നും. അച്ഛനൊന്ന് എന്നെ കാണാൻ വന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശിവസാർ സമ്മതിച്ചില്ല. അത് സാരല്ല, നീ എപ്പോഴെങ്കിലും അവനെവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ഇവിടെ വരെ വന്ന് പോയാൽ മതി. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണാം കൊതിയായിട്ട്. ഞാൻ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണാതെ ഒരു മനസ്സമാധാനമില്ല. മോളെ, ഞങ്ങളെ ശനിയാഴ്ച ഒന്ന് തറവാട് വരെ പോകുന്നുണ്ടായിരുന്നു. മോൾക്ക് വരാൻ പറ്റുമോ? അച്ഛ
അച്ഛനറിയാലോ ശിവസാർ സ്വഭാവം, അതിനൊന്നും സമ്മതിക്കണ്ടാവില്ല. ഞാൻ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. ആ മോളെ, പിന്നെ നീ വല്ലതും കഴിച്ചോ? ഞാനും ശക്തിയും കഴിച്ച ശിവസാർ ഇതുവരെ വന്നിട്ടില്ല. അവര് നിന്നെ നന്നായി നോക്കുന്നില്ലേ? നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, അതിനെ കുറിച്ച് ആലോചിച്ച് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ശക്തിയില്ല ഇവിടെ, അവൻ എന്നെ നന്നായി നോക്കുന്നുണ്ട്. പിന്നെ ശിവസാറിന്റെ അച്ഛനും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ആ, പിന്നെ അച്ഛ, അമ്മയുടെ അമ്മ ഇവിടെ ഉണ്ട്, അകത്താണെന്ന് തോന്നുന്നു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാളെ ഏതോ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ തോന്നുന്നു. അച്ഛൻ അമ്മയോട് ചോദിച്ചെന്ന് പറഞ്ഞേക്ക്. ആ മോളെ, ഞാൻ അവളോട് പറയുന്നുണ്ട്. എന്നാ ശരി അച്ഛ, ഞാൻ പിന്നെ വിളിക്കാം. ശിവസാർ ഇപ്പോൾ വന്നാൽ ശരിയാവില്ല, അതുകൊണ്ട്. ആ മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛ. ഇന്ന് കിടന്നിട്ടും ഉറക്കം വരാത്ത, നന്നായി കണ്ണടച്ച് കിടന്നു നോക്കാം, ചിലപ്പോൾ ഉറക്കം വന്നാലോ. ദുർഗ, തനിക്ക് എൻ്റെ കൂടെ ബെഡിൽ വന്ന് കിടന്നൂടെ? എത്ര ദിവസം വെച്ചിട്ട് ഞാനിങ്ങനെ നിന്നെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ ബെഡിൽ കിടത്താം. എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈശ്വര, ഇങ്ങനെ എന്നെ അടുത്തത് എങ്ങോട്ടേക്കാ പോന്നേ? ഗുഡ് നൈറ്റ് ദുർഗ, സ്വീറ്റ് ഡ്രീംസ്. അപ്പോ ഇത്രയും ദിവസം ഇങ്ങനെയായിരുന്നു എന്നെ എടുത്തുകൊണ്ട് കട്ടിൽ കിടത്തി. ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു എനിക്ക് സമ്മാന പരസ്യം പിടിപ്പെട്ടെന്ന്. ശക്തി, എന്താ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, നമ്മളെ കുറിച്ച്. ശക്തി, ഞാൻ കുറച്ച് വിഷയം നമുക്ക് പിന്നെ സംസാരിക്കാം. എങ്കിൽ ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തത് എന്നോട്? നിന്നെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് അത് നിന്നോട് തുറന്ന് പറഞ്ഞത്. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, കഴിഞ്ഞ ഒരാഴ്ചയിലും മേലെ നീ എന്നോടൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എനിക്കതങ്ങനെ ഫീൽ ചെയ്യുന്നു നിനക്കറിയോ? എന്നെ മനസ്സിലാക്കുക. എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണ്ടെങ്കിലും നിന്നോട് നിനക്ക്. എന്നെ ഇഷ്ടപ്പെടുമ്പോ ഞാൻ വഴി നടക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട് ആയിട്ടെങ്കിലും എന്നെ കണ്ടുകൂടെ നിനക്ക്? എത്ര കാലം വേണേ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ എല്ലാത്തിനും അവസാനം നോ ആവരുത്. അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. പിന്നെ എന്നെ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന സ്വഭാവമല്ലേ, അതൊന്നും നിർത്തിക്കൊള്ളായിരുന്നു. ഒരു നല്ല ഫ്രണ്ടായിട്ട് എന്നെ കണ്ടോളൂ പ്ലീസ്. ഞാൻ എപ്പോഴും തന്നെ പ്രഷർ ചെയ്യില്ല. താൻ ആലോചിച്ച് തനിക്ക് എപ്പോഴാണ് എന്നെ ഇഷ്ടമെന്ന് തോന്നുന്നത് അപ്പം മാത്രം പറഞ്ഞാൽ മതി. അതുവരെ ഒരു നല്ല ഫ്രണ്ടായിട്ട് ഞാൻ നിന്നോട്ട് നിന്റെ കൂടെ. പണിയാണെങ്കിൽ സാർ വന്നിട്ടുണ്ട്, ഈ പീരീഡ് ക്ലാസ് ഉണ്ടാവും. ശക്തി, ഒന്നുമില്ലേട്ടത്തി, വെറുതെ ഞാൻ എന്തോ കണ്ണിലെന്തോ പൊടിവി, അതുകൊണ്ടാ. എന്നിട്ട് അത് പോയോ? നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെ. ഹായ് ഗൈസ്. രാഹുൽ, നീ വന്നോ? നീ ഇത്ര ദിവസം എവിടെയായിരുന്നടാ? സോറിടാ, വീട്ടിൽ നല്ലൊരു പണി ഉണ്ടായിരുന്നു, അത് തീർത്തു തരും. എന്നിട്ട് അത് തീർന്നോ? എന്റെ പണി തീർന്നതാണ്, പക്ഷേ അധികവും ദോക്കയ്ക്ക് അതൊരു വലിയ പണിയാവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ വിവേക്, അവന്റെ കാര്യം. രാഹുൽ, അവന്റെ കാര്യം എന്നോട് പറയണ്ട, എനിക്കതറിയാൻ താല്പര്യമില്ല. അങ്കി, നീ വരുന്നുണ്ട്, വാ, എനിക്കൊന്ന് ലൈബ്രറി കയറണം. ഞാൻ വരാം. പിന്നെ രാഹുൽ, അവന്റെ കാര്യം വിട്ടത്. അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ട്. എൻ്റെ അവന്റെ കാര്യം കൂടെ പറഞ്ഞ് ഇനി പ്രഷർ കൂട്ടുണ്ട്. ദുർഗ, ഒന്ന് മെല്ലെ പോ, ഞാനുണ്ട്. ആരും അറിയണ്ട, ആരോടും പറയണ്ട.